ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം കൊച്ചിയിലെ രോഹിത് വെമുല നഗറിൽ ഇന്ന് ആരംഭിക്കും. ജനപക്ഷ വിധിന്യായങ്ങളിലൂടെ ശ്രദ്ധേയനായ ജസ്റ്റിസ് ഗോപാൽ ഗൌഡ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൂത്തുപറമ്പ്, അരുവിപ്പുറം, കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച പതാക, കൊടിമര, ദീപശിഖ റാലികൾക്ക് വൻ വരവേൽപ്പാണ് ഇന്നലെ കൊച്ചിയിൽ ലഭിച്ചത്. കൂത്തുപറമ്പിൽ നിന്നാരംഭിച്ച ദീപശിഖ റാലിയും കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ പതാകജാഥയും അരുവിപ്പുറത്തു നിന്നും ആരംഭിച്ച കൊടിമര ജാഥയും വൈകിട്ടോടെ നഗരത്തിലെത്തി. വൈറ്റിലയിൽ സംഗമിച്ച ജാഥകൾ ആയിരങ്ങളുടെ അകമ്പടിയോടെ മറൈൻ ഡ്രൈവിലെ ഫിഡൽ കാസ്ട്രോ നഗറിൽ എത്തിച്ചേർന്നു. എം സ്വരാജ് എം.എൽ.എ പതാകയും എസ് ശർമ്മ എം.എൽ.എ കൊടിമരവും CN മോഹനൻ ദീപശിഖയും ഏറ്റുവാങ്ങി. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ P രാജീവ് പതാക ഉയർത്തിയതോടെ 5 നാൾ നീളുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ രോഹിത് വെമുല നഗറിൽ രാവിലെ 10-ന് ആരംഭിക്കും. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഗോപാൽ ഗൌഡ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ PM ഭാർഗവ വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യപ്രഭാഷണം നടത്തും. സംഘപരിവാർ കൊല ചെയ്ത ഗോവിന്ദ് പൻസാരയുടെ മരുമകൾ മേഘ പൻസാരെ, നരേന്ദ്ര ധാബോൽക്കറുടെ മകൻ ഹമീദ് ധാബോൽക്കർ, MA ബേബി, സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പ്രതിനിധി സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. 24 സംസ്ഥാനങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 780 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ മാസം 5-ന് വൻപിച്ച ബഹുജന റാലിയോടെ സമ്മേളനം സമാപിക്കും. സമാപന സമ്മേളനം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി തുടങ്ങി പ്രമുഖർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ഒട്ടേറെ പ്രമുഖർ പങ്കെടുക്കുന്ന അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രകാശ് കാരാട്ട്, ഡോക്ടർ TM തോമസ് ഐസക്, സംവിധായകൻ കമൽ, MK സാനു, മാക്സസെ അവാർഡ് ജേതാവ് ബസ്വാഡ വിൽസൺ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ വിവിധ സെമിനാറുകളിൽ പങ്കെടുക്കും. പാവപ്പെട്ടവർക്കായി സൗജന്യ ഭവന നിർമ്മാണ പദ്ധതി, നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, പെരിയാർ ശുചീകരണം തുടങ്ങി ജനശ്രദ്ധയാകർഷിച്ച ഒട്ടേറെ അനുബന്ധ പ്രവർത്തനങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.